ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ലൈക്കും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് ഇന്നും കേട്ടോ. അപ്പോൾ അതാ ചോറ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കറണ്ട് അടുപ്പൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് കടി കടലയും കിഴങ്ങും വെച്ചിട്ടൊരു മസാലക്കറി, അതുപോലെ തന്നെ അരി അരച്ചിട്ടുള്ള അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ രാത്രി കുതിർത്തിട്ട് രാവിലെ അരക്കൂലേ, അതാണ് കേട്ടോ. അപ്പം അതിൽ വേറെ ഒന്നും ചേർക്കാറില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് പ്ലെയിൻ വെറുതെ പച്ചരി മാത്രമായിട്ട് അരക്കാറുള്ളൂ. എല്ലാവർക്കും അറിയണ അപ്പം തന്നെയാവും. നമ്മൾ മലപ്പുറത്ത് സ്പെഷ്യൽ അപ്പമാണ് കേട്ടോ. ഇത് മലപ്പുറത്താണ് അധികം ഉണ്ടാക്കാറെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കലക്കി തൂത്ത അപ്പം എന്ന് പറയും കേട്ടോ, കലക്കി പാർന്ന അപ്പം. അങ്ങനെ കടലക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പത്തേക്കുള്ളതാ മാവും ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അപ്പച്ചട്ടി ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ കുക്കറിന് ചോറ് ഊറ്റി വേറെ വെക്കണം കേട്ടോ. അപ്പോൾ മോന് സ്കൂൾക്ക് പോകണം. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ തന്നെ ചോറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നിരിക്കണം ഞാൻ ചായ വെച്ച് പിന്നെ വേഗം അരി ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അത് ഊറ്റി ആവുമ്പോഴത്തേനും ചോറ് വെന്ത് സെറ്റായി കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതാ നമ്മുടെ അപ്പം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ ദോശക്കല്ല് നല്ലതുപോലെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്, അപ്പത്തിനും എല്ലാത്തിനും അധികം ഓയിൽ തന്നെ. പിന്നെ വെളിച്ചെണ്ണ ചിലപ്പോൾ എന്തിനൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ നല്ലതാണ്. അതുപോലെ ഉണക്കമീനൊക്കെ വറുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെയാണ് ഉപയോഗിക്കുക വെളിച്ചെണ്ണ. അങ്ങനെ ഇതാ നമ്മുടെ കടലക്കറിക്കുള്ളത് അവിടെ സെറ്റാവട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വട്ടം ചുറ്റിച്ചൊന്ന് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ നല്ല അടിപൊളി അപ്പം റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ അതാ നമുക്ക് കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് പച്ചമുളകും ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക കേട്ടോ. അപ്പോൾ ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തേങ്ങ അരക്കണില്ല കേട്ടോ, തേങ്ങ അല്ലാത്തൊരു കറിയാണ്. ഈ അപ്പത്തേക്കൊക്കെ ഇങ്ങനെ ഒരു മസാലക്കറി നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പൊടികളൊക്കെ ഒന്ന് ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു കടല മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ കറിക്ക് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ രാവിലത്തെ ഇത് പരിപാടി കഴിഞ്ഞിട്ടാണ് മീനിൽ തൊടാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാതും പാടെ ഒന്ന് ഒരുമിച്ച് അങ്ങോട്ട് ആക്കാൻ പ്രയാസമാണ്. അപ്പോൾ എന്തായാലും നമ്മളത് അപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കടലക്കറിക്കുള്ളതും പിന്നെ മോനുള്ള കിഴങ്ങ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ എന്തായാലും കറിൻ്റെ അത് സെറ്റാക്കി വെക്കട്ടെ ആദ്യം, എന്നാൽ പിന്നെ അതവിടെ കിടന്ന് വെന്തോളും. കടല ഞാനൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഗ്രീൻ പീസ് നമ്മൾ ഗ്രീൻ പീസ് ഉണ്ട്, വെള്ളക്കടല, ഗ്രീൻ പീസ് കടല പോലത്തെ ഒരു കടലല്ലേ വെള്ള, അപ്പോൾ അതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ആദ്യം കുക്കറിലൊന്നൊരു വിസിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഞാൻ ചീനച്ചട്ടിയിൽ വാട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ ടൈം വൈകുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കുക്കറിൽ തന്നെ വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഇതാ പിന്നെ ചോറ് ഞാനിവിടെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചുടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഒരു അപ്പം ചുടുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേനും കുറച്ച് സമയം പിടിക്കും. ഇനിയിപ്പോൾ ഇതാ മോന് കൊണ്ടുപോകാനുള്ള കിഴങ്ങും പൊരിച്ചു കൊടുക്കണം. എന്നിട്ട് അവരൊക്കെ പറഞ്ഞയച്ചിട്ട് വേണം നമുക്ക് വേറെയുള്ള പണികൾ കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ചായ കൊണ്ടുപോകാനും ചോറ് കൊണ്ടുപോകാനുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചായയും കടിയും നമ്മൾ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലൊരു മസാലക്കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കറിയൊന്നും അധികം ലൂസായില്ലാതെ ഇത് നല്ല രസമാണല്ലോ. ഇതിപ്പോൾ ചോർക്കും നല്ല രസമാണ് കേട്ടോ. ഇതുപോലൊരു മസാല കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോർക്ക് മസാല കൂട്ടാൻ നമ്മൾ ഈ കല്യാണ പെരയിലൊക്കെ പോയാൽ കിട്ടൂലേ, ഗ്രീൻ പീസും അതുപോലെ കിഴങ്ങും ഒക്കെ ഇട്ടിട്ടൊരു കറി. അതിപ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാലും അതുപോലെ അങ്ങോട്ട് ആയി കിട്ടില്ല കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ആ കല്യാണം വീട്ടിലത്തെ ടേസ്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കി കിട്ടില്ല. നമ്മൾ ഈ ഒരു മീനും ഇതൊക്കെ വെച്ചിട്ട് സദ്യ ഉണ്ടാക്കണമെന്ന് നമുക്ക് വല്ലാതെ ഐഡിയ ഇല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു മസാലക്കറി എന്നാലും കുഴപ്പമില്ലാതെ രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് കുറച്ച് പൊരിക്കും വേണം. പിന്നെ കുറച്ച് നമ്മൾ തലയും വാലൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മൾ മുളക് കറി ഇടുക കേട്ടോ.
പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വെക്കണില്ല, വൈകുന്നേരം താളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താളിപ്പ് മീൻ പൊരിച്ചിക്ക് താളിപ്പല്ലേ രസം. അപ്പോൾ ഞാൻ തലയും വാലും പൊരിച്ച് കഴിഞ്ഞാൽ അതാരും കഴിക്കൂല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു കറിയാക്കി കഴിഞ്ഞാൽ മീൻകറി ആയില്ല അല്ലേ. അപ്പോൾ എന്താ മീൻ ഞാൻ എന്തായാലും അപ്പം ചുട്ട ചട്ടി തന്നെയാണ് കേട്ടോ മീനൊക്കെ പൊരിക്കണത്. നമ്മൾ ഇങ്ങനെ മീൻ പൊരിച്ചാൽ ചിലവർ പറയുന്നേക്കാം അപ്പം പിന്നെ ചുടുമ്പോൾ കിട്ടത്തില്ല എന്ന്. പക്ഷെ കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് ഈ മീനിൻ്റെ ഇതുണ്ടല്ലോ അത് ആയിരിക്കന് ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് ആ ചട്ടി ഒന്ന് നല്ലോണം വരതി കഴുകുക. എന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ അങ്ങോട്ട് തടവി വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പിറ്റേന്ന് നമ്മളെടുത്ത് ഒന്ന് സെറ്റാക്കുമ്പോഴത്തേനും അപ്പോഴൊക്കെ നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ അധികം അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഞാൻ അധികം മീൻ പൊരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ലാസ്റ്റ് ഞാനത് കഴുകിയിട്ട് കുറച്ചിങ്ങനെ എണ്ണ തടവി വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, ചട്ടി കേടരൊന്നുമില്ല. ഇത് ഇരുമ്പിൻ്റെയാണ് കേട്ടോ, ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ്. അങ്ങനെ ഇതാ മീനൊക്കെ പൊരിക്കാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മീൻ പുളി ഇട്ടിട്ടുണ്ട്, തലയും വാലൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മുളക് കറി പോലെ കേട്ടോ, കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി വൈകിട്ട് നമുക്ക് താളിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല, അതൊക്കെ ഇനി വൈകിട്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ വാലും തലയും ഒക്കെ ഇട്ടിട്ടൊരു കറി. അപ്പോൾ ഇത് നമ്മളെ കാക്കുന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ തലയും വാലൊക്കെ ഇട്ടിട്ട് തലക്കറി, മീൻ തലക്കറി അറിയില്ലേ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണം. അങ്ങനെ മോന് ചോറിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് മീൻകറി വലിയ ഇഷ്ടമല്ല, തലക്കറി വലിയ ഇഷ്ടമല്ല. അവന് രാവിലത്തെ മസാലക്കറിയും അതുപോലെ മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഈ മസാലക്കറി. അപ്പോൾ അത് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ എന്തായാലും മീൻകറി ഇവിടെ റെഡി ആയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തലക്കറി ആകുമ്പോൾ കുറച്ച് ഒന്നും കൂടി കുറുകിക്കോട്ടെ എഴുതിയിട്ട് ഞാൻ അങ്ങനെ ഗ്യാസുമ്മ തന്നെ വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അത് ആ പാത്രങ്ങൾ കുറേ കഴുകാണ്ട് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പണികൾ എന്ന് പറഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു കേട്ടോ, കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അലക്കലും ഇതൊക്കെ കഴിഞ്ഞ് വന്നിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഫോൺ വെക്കുന്ന സ്ഥലമാണ് കേട്ടത്, നമ്മുടെ ഇവിടെ ഒരു കുട്ടി ചുമരില്ലേ അവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇങ്ങനെ അടുക്കള കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാറ്. സ്റ്റാൻഡിലല്ല കേട്ടോ ഞാൻ വെക്കുന്നത്, അപ്പോൾ അത് ഓഫാക്കാൻ പോയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.